നിഷാൻ, ന്യൂമോണിയ ബാധിക്കുന്നത് ഏത് ശരീരഭാഗത്തെ? ശ്വാസകോശം. ന്യൂമോണിയ ബാധിക്കുന്നത് ശ്വാസകോശത്തെ. ശരിയായ ഉത്തരം. എങ്കിൽ എക്സിമ എന്ന അസുഖം ബാധിക്കുന്നതോ? എക്സിമ എടാ പോടാ. എക്സിമ ത്വക്കിനാണ്, സ്കിൻ. എക്സിമ ബാധിക്കുന്നത് ടൈഫോയിഡ്, വിട്ടുവിട്ട് വരുന്ന പനി. ഏത് ശരീരഭാഗത്തെയാണ് ടൈഫോയിഡ് ബാധിക്കുന്നത്? കുടലിനെയാണ് ടൈഫോയിഡ് ബാധിക്കുന്നത്. ശരിയായ ഉത്തരം. ലുക്കീമിയ ബാധിക്കുന്നത് രക്താർബുദമാണ്, ബ്ലഡ് ക്യാൻസർ ആണ്. സോ ലുക്കീമിയ ബാധിക്കുന്നത് രക്തത്തെ. പ്രമേഹം, ഡയബറ്റീസ്, പാൻക്രിയാസിനെ ബാധിക്കുന്ന അസുഖമാണ്. പാൻക്രിയാസിൽ പ്രമേഹം വരും. ഓ വെരി നൈസ്, ഭയങ്കരം. എങ്കിൽ പയോറിയ എന്ന അസുഖം ബാധിക്കുന്നത്? പല്ല് മോണ. ഏതാ? പല്ലിനെയും മോണയൊക്കെ ബാധിക്കുന്ന അസുഖമാണ് പയോറിയ. ഗോയിറ്റർ ബാധിക്കുന്നത് ഏത് ശരീരഭാഗത്തെയാണ്? തൈറോയിഡ് ഗ്രന്ഥിയെ ബാധിക്കുന്നതാണ് ഗോയിറ്റർ. ശരിയായ ഉത്തരമാണ്. ഡിഫ്തീരിയ അടുത്ത അസുഖം. തൊണ്ടയെ ബാധിക്കുന്ന അസുഖം ഡിഫ്തീരിയ. നിഷാൻ ശരിയായി പറഞ്ഞിരിക്കുന്നു. ഉമിനീർ ഗ്രന്ഥികൾക്കുണ്ടാകുന്ന വീക്കം? മുണ്ടിനീർ എന്ന് പറയുന്നത് ഉമിനീർ ഗ്രന്ഥികൾക്കുണ്ടാകുന്ന വീക്കമാണ്. ഹെപ്പറ്റൈറ്റിസ് എന്ന അസുഖം ബാധിക്കുന്നത്? ഹെപ്പറ്റൈറ്റിസ് കരളല്ലേ? കരളിനെ ബാധിക്കുന്നതാണ് ഹെപ്പറ്റൈറ്റിസ്. മലേറിയ എന്ന രോഗം ബാധിക്കുന്നത് എന്തിനെയാണ്? പ്ലീഹ. ശരിയായ ഉത്തരം. സിറോസിസ് എന്ന രോഗം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? ലിവർ സിറോസിസ്. എൻസെഫാലിറ്റിസ് എന്ന രോഗം ബാധിക്കുന്നത് ഏത് തലച്ചോറിനെയാണ്? സോറി, എൻസെഫലൈറ്റിസ് തലച്ചോറിനെ. എങ്കിൽ മയോപ്പിയ ബാധിക്കുന്നത്? കണ്ണിട. മയോപ്പിയ, പ്രസ്ബയോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം, ഗ്ലോക്കോമ, വർണ്ണാന്തത, നൈറ്റ് ബ്ലൈൻഡ്നെസ് എല്ലാം ബാധിക്കുന്നത് കണ്ണിനെ. ഓക്കെ, എങ്കിലൊരു ചോദ്യം, വളരെ വെറൈറ്റി ചോദ്യം. തിമിരം ബാധിക്കുന്നത്? കണ്ണ്. ലാസ്റ്റ് ചോദ്യം. മഞ്ഞപ്പിത്തം ബാധിക്കുന്നത് ഏത് ശരീരാവയവത്തെ? കരൾ. ശരിയായ ഉത്തരം.